നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ ഞെട്ടലിൽ നിന്നും CPIM നേതൃത്വം ഇതുവരെ മോചിതരായിട്ടില്ല. നിലമ്പൂരിലെ തോൽവിയോടെ പിണറായി സർക്കാരിന്റെ തകർച്ചയുടെ തുടക്കമാവുമെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത്. പിണറായിസവും മരുമോനിസവും അവസാനിക്കാനുള്ള പോരാട്ടമായിരിക്കും നിലമ്പൂരിൽ നിന്നും ആരംഭിക്കുകയെന്നായിരുന്നു PV അൻവറുടെ പ്രകോപനപരമായ പ്രഖ്യാപനം. ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിൽ പിഴവുണ്ടായ സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. അന്വേഷണത്തിന് 3-അംഗ സമിതിയെ നിയോഗിച്ചു. 30,000-ഓളം +2 സർട്ടിഫിക്കറ്റുകളിലാണ് പിഴവ് കണ്ടെത്തിയത്. വിദ്യാർത്ഥികൾക്ക് പുതിയ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. സംസ്ഥാനത്ത് ഭരണവിരുദ്ധതയുണ്ടോ എന്ന് പഠിക്കാൻ സർക്കാർ. ഇതിനായി PRDയെ ചുമതലപ്പെടുത്തി. സർക്കാരിന്റെ പ്രതിച്ഛായയും പഠിക്കും. സർക്കാർ പദ്ധതികളുടെ പുരോഗതിയും ഗുണഭോക്താക്കളുടെ അഭിപ്രായവും PRD ശേഖരിക്കും. PRD പ്രിസം പദ്ധതിയിലെ താത്കാലിക കരാറ് ജീവനക്കാർക്കാണ് ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെയാണ് ഈ നടപടിയെന്നത് ഏറെ ശ്രദ്ധേയമാണ്. അമേരിക്കയെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോകത്ത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് നേരും നെറിയുമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അമേരിക്കൻ ധിക്കാരത്തെ തടയിടുക എന്നതിന് ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇസ്രയേലിനെയും അദ്ദേഹം വിമർശിച്ചു. ഇസ്രയേൽ എന്തും ചെയ്യാൻ തയ്യാറാണെന്നും സാധാരണ നിലക്കുള്ള മര്യാദകൾ ഒന്നും ബാധകമല്ലെന്ന് വിചാരിക്കുന്ന രാജ്യമാണ് ഇസ്രയേലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ലോകത്തിന്റെ നീതിന്യായ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഇസ്രയേൽ കുറ്റവാളികളാണ്. ഇസ്രയേലിന്റെ ഏറ്റവും ക്രൂരമുഖം കണ്ടത് പലസ്തീനിൽ തന്നെയാണ്. ഇറാൻ നേരെ ഇസ്രായേൽ ഏകപക്ഷീയമായ ആക്രമണം നടത്തി. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ ഒന്നിച്ച് അണിനിരക്കുമ്പോൾ നമുക്ക് അണിനിരക്കാനാവുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഖത്തർ വിമാനത്താവളത്തിൽ മലയാളികൾ കുടുങ്ങി. ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഖത്തർ എയർവേസിന്റെ വിമാനം മുടങ്ങി. കുടുങ്ങിയവരിൽ സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങളുമുണ്ട്. ഒരറിയിപ്പും ഉണ്ടായിട്ടില്ലെന്ന് കുടുങ്ങിയവർ പറയുന്നു. രാവിലെ വിമാനത്തിൽ കയറ്റിയിരുന്നെന്നും പിന്നാലെ തിരിച്ചിറക്കിയെന്നും വിമാനത്താവളത്തിൽ കുടുങ്ങിയവർ പറയുന്നു. എന്തുകൊണ്ടാണ് വിമാനം റദ്ദാക്കിയതെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വഴങ്ങി ഇസ്രയേൽ. വെടിനിർത്തൽ പ്രാബല്യത്തിലായെന്നും ട്രംപ് അറിയിച്ചു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ട്രംപ് ഫോണിൽ ബന്ധപ്പെട്ടു. ഇറാനിലുള്ള ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ മടങ്ങുകയാണെന്ന് ട്രംപ് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഇസ്രയേൽ യുദ്ധവിമാനങ്ങളെ തിരിച്ചുവിളിച്ചു. തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. വിദഗ്ധ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന്റെ ചികിത്സ തുടരുന്നുവെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു. കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, ഇന്റൻസിവിസ്റ്റ്, നെഫ്രോളജിസ്റ്റ് തുടങ്ങിയ സ്പെഷ്യലിസ്റ്റുകളുടെ സംഘമാണ് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത്. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റില് ഇന്ത്യയെ 5 വിക്കറ്റിന് തകർത്ത് ഇംഗ്ലണ്ട് 5 മത്സര പരമ്പരയിൽ 1-0 വരെ മുന്നിലെത്തി. ഇന്ത്യ ഉയർത്തിയ 371 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം ബെൻ ഡക്കറ്റിന്റെ സെഞ്ചുറി കരുത്തില് ഇംഗ്ലണ്ട് 5 വിക്കറ്റ് നഷ്ടത്തില് മറികടന്നു. സെഞ്ചുറി നേടിയ ഡക്കറ്റിന് പുറമെ ഓപ്പണർ സാക്ക് ക്രോളിയും ജോ റൂട്ടും ഇംഗ്ലണ്ടിനായി അരസെഞ്ചുറികൾ നേടി. 170 പന്തില് 149 റൺസെടുത്ത ഡക്കറ്റിന്റെ വെടിക്കെട്ട് സെഞ്ചുറിയാണ് ഇംഗ്ലണ്ടിന്റെ ജയം അനായാസമാക്കിയത്. സാക്ക് ക്രോളി 65 റൺസടിച്ചപ്പോൾ ജോ റൂട്ട് 53 റൺസുമായും ജാമി സ്മിത്ത് 44 റൺസുമായും പുറത്താകാതെ നിന്നു. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്.